ബാപ്പയെ പഴയ കാലത്ത് ഒരു ബാപ്പയെ നോക്കി ഒരു മകൻ, 4 മക്കളുണ്ട്, ചരിത്രത്തിൽ കാണാം. 4 മക്കളിൽ ഒരു മകൻ ബാപ്പയെ നല്ലോണം നോക്കി, കഴിവ് കുറഞ്ഞ മോനാ. പക്ഷെ നോക്കുമ്പോഴൊക്കെ, ചെലവ് ചെയ്യുമ്പോഴൊക്കെ മറ്റു മക്കൾ പറയും, നോക്കാനൊക്കെ നോക്കിയൊക്കെ, പക്ഷേ ഇതിന്റെ പേരിൽ അനന്തര സ്വത്തിൽ നിന്ന് വേറെ ഒന്ന് ഏറെ വാങ്ങരുത്. ഓ, പാപ്പാനെ മുമ്പ് മരിച്ചാലോ? അല്ല, അങ്ങനെ ചിന്തിച്ചൂടെ? ഇപ്പറഞ്ഞ ആൾക്കാർ വാപ്പാനെ മുമ്പ് മരിച്ചാലോ, അനന്തരം അങ്ങോട്ടല്ലേ കിട്ടുക? ഇങ്ങോട്ട് കിട്ടുമോ? ഈ മരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ ബാപ്പാനെ അനന്തര സ്വത്ത് മക്കൾ കിട്ടുമോ? മക്കൾ ഇവിടെ ഉണ്ടാവുമ്പോ പേരക്കുട്ടിയെ കിട്ടുമോ? ബാപ്പാനെ നോക്കിക്കോളൂ, ബാപ്പാനെ ചികിത്സിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലൈസലക്കും മിൻ മീറാസിഹി ഷൈ, അനന്തര സ്വത്ത് വല്ലതും മോഹിച്ചുകൊണ്ട് നോക്കണ്ട കേട്ടോ. മറ്റാ സഹോദരന് ബാപ്പാനെ അനന്തര സ്വത്ത് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ ബാപ്പ എന്നുള്ള അർത്ഥത്തിൽ നല്ലോണം പോറ്റി വളർത്തി ബാപ്പാക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പറയും, നോക്കിക്കോളൂ, ഒന്നും ആ പ്രതീക്ഷിച്ചൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ്, മരിക്കുന്നത് വരെ ബാപ്പാനെ നോക്കി, പൊന്നുപോലെ നോക്കി. അത്ര കഴിവൊന്നുമില്ല, വളരെ സാഹസികമായിട്ടാണ് നോക്കിയത്. ദിനേന അധ്വാനിച്ച് കിട്ടുന്ന ചെറിയ കൂലി കൊണ്ട് കുടുംബം പോറ്റുന്ന കൂട്ടത്തിൽ സൂക്കേടിലായി കിടക്കുന്ന ബാപ്പാനെയും നോക്കി. മരിക്കുന്നത് വരെ ബാപ്പാക്കുള്ള റാഹത്തായ അവസ്ഥകളൊക്കെ ചെയ്തു കൊടുത്തു. മരിച്ചു കഴിഞ്ഞപ്പോഴും ബാക്കിയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, ബാപ്പാന്റെ അനന്തര സ്വത്തിൽ നിന്ന് നോക്കി എന്നതിന്റെ പേരിൽ നിനക്കൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകം ഒന്നും വേണ്ട, അനന്തര സ്വത്തിന്റെ വിഹിതമായിട്ട് വല്ലതും അർഹതപ്പെട്ടതുണ്ടെങ്കിൽ എനിക്ക് മതി, ഇല്ലെങ്കിൽ അതും വേണ്ട. സുബ്ഹാനല്ലാഹ്, ബാപ്പ അദ്ദേഹത്തിന്, മരിച്ചുപോയ ബാപ്പ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം കൊടുക്കുന്നു. ബാപ്പയുടേതായി അവർക്കൊന്നും അറിയാത്ത സ്വത്തൊരു സ്ഥലത്തുണ്ട്, അത് വേണമെങ്കിൽ നീ എടുത്തോളൂ, അതൊരു 500 ദിർഹമുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, എനിക്കത് വേണ്ട. കാരണം സ്വന്തം സഹോദരന്മാര് അവര് സ്വത്തിന്റെ പീറകളാണ്. അവരിതറിഞ്ഞിട്ട് ഇനി വേറൊരു യുദ്ധത്തിന് നിൽക്കണ്ടല്ലോ. അവരോട് പറഞ്ഞു, ബാപ്പാന്റെ ഒരു സ്വത്ത് അവിടെയുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. കേൾക്കേണ്ട താമസമേ ഉള്ളൂ, എത്ര പെട്ടെന്നാ ഓടിപ്പോയതെന്ന് പിന്നെ ചോദിക്കേണ്ടിയില്ല. രണ്ടാമത് ആ ബാപ്പ ദർശനം കൊടുത്തു, ഒരു 100 ദിർഹമുണ്ട് വേറൊരു സ്ഥലത്ത്, ഇവർക്കൊന്നും അറിയില്ല, അത് അയാൾ തരും, പോയി ചോദിച്ചാൽ മതി. കാരണം കിട്ടാനുള്ള കണക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, കൊടുക്കാളല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ, അല്ലേ? അതല്ലേ എങ്ങനെ ഉണ്ടാവുള്ളൂ? അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ കണക്കാ ബാപ്പ പറയുന്നത്. അപ്പൊ ആ 100 ദിർഹമിന്റെ കണക്ക് പറഞ്ഞപ്പോഴും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട, കാരണം ആ 100 ദിർഹം എങ്ങാനും ഞാൻ വാങ്ങിയാൽ ഇവര് വെറുതെ വിടുമോ? ഒരു 100 ദിർഹമുണ്ട് ബാപ്പാൻ്റെ അവിടെ. 100 ദിർഹമോ? എവിടെ? അഡ്രസ് വെച്ച് ഇവര് പോയി ഇത് വാങ്ങി. മൂന്നാമതായിട്ട് ബാപ്പ പറഞ്ഞു, 1 ദിർഹമുണ്ട് ഒരാളെ കയ്യിൽ, ഒറ്റ ദിർഹം. അപ്പൊ ഇവര് പറഞ്ഞു, ഒന്നല്ലേ, നിങ്ങൾ എടുത്തോളി പറഞ്ഞു. ബാക്കിയുള്ള സഹോദരങ്ങൾ പറഞ്ഞു, 1 ദിർഹമല്ലേ? ഔ, എന്തോ ഒന്നിനോട് ഒന്ന് വിട്ടുകൊടുത്തതേ, തീറ മാറിയിട്ടല്ല, ഒന്നെങ്കിലും കൊടുക്കണ്ടേന്ന് കരുതിയിട്ട്, നാട്ടുകാരെന്തെങ്കിലും പറയുന്ന കരുതിയിട്ട്, ഒന്നല്ലേ എടുത്തോളിന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കാൻ വിചാരിച്ച ഒന്ന് പോരെ? ആ മതി. ഈ മകൻ ആ ഒരൊറ്റ ദിർഹമുമായിട്ട് അങ്ങാടിയിലേക്ക് പോകാണ്, എന്തെങ്കിലുമൊക്കെ സാധനം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു മത്സ്യം വിൽക്കുന്ന ആളെ കണ്ടപ്പോ, ഒരു വലിയ മത്സ്യം ഇങ്ങനെ ഉണ്ട്, കണ്ണൊക്കെ തുറിച്ചിങ്ങനെ നിൽക്കുന്നു. ഇത് തരുമോന്ന് ചോദിച്ചു. ഇതിന് ചെറിയൊരു പഴക്കമുണ്ട്. ആ പഴക്കം പ്രശ്നമല്ല, ഇത് തരുമോ? 1 ദിർഹമേ എന്റെ കയ്യിലുള്ളൂ. ആ 1 ദിർഹം മതി, അതിനെ ധാരാളമാണ്, കൊണ്ടുപോയിക്കൊടുത്തു. അങ്ങനെ ആ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയൊരു മത്സ്യമല്ല, അത് വീട്ടിൽ കൊടുന്ന് ഭാര്യനെ ഏൽപ്പിച്ചു. ഭാര്യ അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു മുത്ത് ലഭിച്ചു. ഒരു മുത്ത്. മുത്ത് എവിടെയുള്ളത്? കടലിലല്ലേ വലിയ മുത്ത്. യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. മുത്തൊക്കെ അല്ലാഹു തആല കേന്ദ്രീകരിച്ച് വെച്ച ഒരു സ്ഥലല്ലേ കടല്, ബഹറ്. ഒരു മുത്ത് കിട്ടി. ആ മുത്ത് കിട്ടിയപ്പോ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ മുത്തായിരിക്കും എന്ന് കരുതി അത് പുറത്ത് കൊണ്ടുപോയപ്പോ
ആളുകളോട് പറഞ്ഞു, ഇതെന്താ ഇത് എവിടുന്ന് വാങ്ങിയതാ? ഇത് ഇന്നലെ ഞാനൊരു മത്സ്യം വാങ്ങിക്കൊണ്ടുപോയി, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, കീറി നോക്കുമ്പോൾ ഒരു മുത്താണ്. ഇതിന് വലിയ വില ഉണ്ട് കേട്ടോ, ചെറിയ വില ഒന്നും ആകൂല. ഇതിൻ്റെ ആൾക്കാരെ കാണിച്ചു നോക്കി. ആൾക്കാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 30,000 ദിർഹം കിട്ടും. അയ്യോ, നേരത്തുള്ള 500 പോയി, 100 പോയി. സങ്കടല്ല, ഒരൊറ്റ ദിർഹമിൽ അല്ലാഹു തആല കൊടുക്കുന്ന ബറക്കത്താ. ഒരു 30,000 ദിർഹം എങ്ങാനും കിട്ടും ഇതിന്. 30,000 ദിർഹമോ? ഇയാൾ ചോദിച്ച അത്ഭുതത്തോടെ. ഈ ഒരു മുത്തിന് 30,000, ഇതിനെന്താ വില? ഇങ്ങനൊരു മുത്ത് ഇയാളെ കയ്യിലുണ്ട് എന്ന് നാട്ടിലെ രാജാവിന് വിവരം കിട്ടി. രാജാവ് ആ മുത്തിന് കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ മുത്ത് ഇങ്ങനെ നോക്കിയിട്ട് കൊട്ടാരത്തിലുള്ള മുത്തും പിന്നെ രത്നങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ നോക്കിയിട്ട്, അതിന് ചില സ്പെഷ്യൽ ആൾക്കാരുണ്ടല്ലോ, അവർ നോക്കിയിട്ട് പറഞ്ഞു, രാജാവേ, ഇതിന് ഒരു ഇണ കൂടി അല്ലെങ്കിൽ ഒരു തുണ കൂടി ഇതിന് വേറൊന്നുകൂടി ഉണ്ടാകും. അതുകൂടി കിട്ടിയാൽ, ഇദ്ദേഹത്തിന് 2ഉം കൂടി കിട്ടിയാൽ 1,00,000 ദിർഹം കൊടുക്കാന്നാണ്. അല്ലാ, ബാക്കിയുള്ള സഹോദരന്മാർ ഇത് അറിയണ്ടല്ലേ? ഇനി അറിഞ്ഞിട്ടെന്താ കാര്യം? ബാപ്പ മരിച്ച മണ്ണിലെത്തിയില്ലേ? അതുവരെ നോക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അനന്തരൊന്നുമില്ലട്ടോ. 1 ദിർഹം എന്ന് പറഞ്ഞപ്പോ 1 നീ എടുത്തോന്ന് പറഞ്ഞു. 1 മതി ബർക്കത്തിന്. അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ തുണയാണെന്ന് എനിക്കറിയില്ല രാജാവേ. ഒരു മത്സ്യം വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ ഉള്ളിൽ കീറി നോക്കുമ്പോ കിട്ടിയൊരു മുത്താണ്. ഇതിനെന്തെങ്കിലും വില കിട്ടുകയാണെങ്കിൽ അത് തന്നാ മതി, അത്രേ ഉള്ളൂ. രാജാവ് പറഞ്ഞു, അദ്ദേഹത്തിന് അതിന്റെ പകുതി വില കൊടുക്കണം, 50,000 ദിർഹം. സുബ്ഹാനല്ലാഹ്. സ്വന്തം ബാപ്പാനെ മുത്തുപോലെ പൊന്നുപോലെ രോഗശയ്യയിലായ അവസ്ഥയിലും വിഷമാവസ്ഥയിലും തന്റെ ചെറിയ കൂലിവേല ചെയ്തിട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തിയപ്പോ സ്വന്തം സഹോദരന്മാര്, രക്തബന്ധുക്കള്, നോക്കിക്കോ നിനക്ക് അനന്തരത്തുനിന്നൊന്നും തരൂല, ഒന്നും തരൂല എന്ന് പറഞ്ഞിട്ടും മനസ്സിന് വിഷമങ്ങളൊന്നും കരുതാതെ 2 പ്രാവശ്യം ബാപ്പ കിട്ടാനുള്ള സ്വത്ത് കാണിച്ചു കൊടുത്തിട്ട്, അതും സ്നേഹബന്ധത്തോടെ സഹോദരന്മാരോട് പറഞ്ഞിട്ട് അവര് വാങ്ങി വിഹിതം വെച്ചു എന്നല്ലാതെ തനിക്ക് ഒന്നും തരാൻ അവര് തുനിഞ്ഞില്ല. അവസാനം 1 ദിർഹമാണെന്ന് പറഞ്ഞപ്പോ, അത് നീ എടുത്തോ എന്ന് പറഞ്ഞപ്പോ, ഒറ്റ ദിർഹം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ബറക്കത്ത് എത്രമാത്രം വലുതാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ വിജയം കിട്ടിപ്പോയി. സ്വന്തം ബാപ്പയെയും ഉമ്മയെയും, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അവരുടെ കയ്യിലുള്ളത് എന്തെന്ന് ചിന്തിച്ചിട്ടല്ല, ആലോചിച്ചിട്ടല്ല, ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള അമലാണെന്ന് കരുതിയിട്ട് ഇഖ്ലാസോടെ പ്രവർത്തിച്ചോളൂ, നല്ല വിനയത്തോടെ സമീപിച്ചോളൂ. നമുക്ക് ബറക്കത്ത് തരുന്നവൻ അല്ലാഹുവാൻ. അതിൽ കയ്യും കണക്കുമില്ല. എത്ര കിട്ടുമോ അല്ലാഹു തആല എത്ര തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എത്രയാണെന്ന് കണക്കാക്കാൻ നമുക്കാർക്കും കഴിയൂല. കുടുംബക്കാർക്ക് നീ കുടുംബക്കാർക്കുള്ള ഹക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അതിൽ മുന്തിക്കേണ്ട വിഭാഗമല്ലേ നമ്മുടെ ഏറ്റവും വലിയ ബന്ധമുള്ള മാതാപിതാക്കൾ. അവരെ മറക്കരുതേ. നീ ഒരു പുതിയ വസ്ത്രം വാങ്ങുമ്പോ നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോ അവരെ മനസ്സിൽ വരുന്നൊരു സന്തോഷം, ഇപ്പോൾ പുതുവസ്ത്രം ആവശ്യമില്ലെങ്കിലും എനിക്കൊന്ന് വാങ്ങിയപ്പോ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒന്ന് വാങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്. ബാപ്പാന്റെ ഉമ്മാന്റെ മനസ്സിൽ വന്ന സന്തോഷം നിന്റെ ജീവിതത്തിലെ ബറക്കത്തിന് കാരണമാണ്. അവര് നിനക്ക് വേണ്ടി നടത്തുന്ന ഖൈറായ പ്രാർത്ഥന മുഴുവനും നിന്റെ ജീവിതത്തിലെയും ആഖിറത്തിലെയും ബറക്കത്തിന് നിദാനമാണ്.
അതുകൊണ്ട് അൽ ബറക്കത്തു മഅൽ അകാബിരി, ആ പ്രായമുള്ള ആളുകളെ അവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും ബറക്കത്ത് നേടണം. അതേ മുതിർന്ന ആളുകൾ, ബാപ്പയുടെ സ്ഥാനത്തുള്ള ആളുകളില്ലേ, ഉമ്മയുടെ സ്ഥാനത്തുള്ള ആളുകളില്ലേ, അവരോടും നല്ല സമീപനവും സ്നേഹബന്ധവും